നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംവരണത്തിൽ പിന്നോക്കക്കാർ അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ച് സർക്കാർ പഠിക്കണമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ജവഹർ ബാലഭവനിൽ വിഷു ആഘോഷം എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനീസ് അഹമ്മദ് പൂത്തിരി കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി മുക്കാട്ടുകര തൃശൂർ റോഡിൽ കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തതോടെ ഗതാഗതം സ്തംഭിച്ചു. വൈദ്യുതി, കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനങ്ങളും നിലച്ചു. വെളപ്പായ തീർത്ഥങ്കാവ് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവം, പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംവരണത്തിൽ പിന്നോക്കക്കാർ അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ച് സർക്കാർ പഠിക്കണമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. മതസംവരണം അനർഹമായി നേടുന്നവർ പിന്നോക്കക്കാരുടെ സംവരണത്തിൽ കൈക്കടത്തരുതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരളത്തിൽ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിലും സംവരണം നടപ്പാക്കുന്ന കാര്യത്തിലും കൃത്യമായ പരിശോധന ആവശ്യമുണ്ടെന്നും ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സമുദായത്തിന് അനർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുവാനാണ് മുസ്ലിം ലീഗും CPM-ഉം മത്സരിക്കുന്നത്. ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങൾ സംവരണത്തിൽ അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുവാൻ സർക്കാർ തയ്യാറാവണം. അതിനുവേണ്ടി ഒരു കമ്മീഷനെ വെക്കുവാൻ എന്താണ് സർക്കാർ മടിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായും ജനാധിപത്യപരമായും മറുപടി പറയേണ്ടതിന് പകരം വർഗീയ നിലപാടുയർത്തി പ്രതിരോധിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാനുള്ള ഒരു നീക്കവും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ BJP അത് നേരിടും. ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്ന നീക്കം മുസ്ലിം ലീഗും CPM-ഉം അവസാനിപ്പിക്കണം. ജാതി സെൻസസ് ആവശ്യപ്പെടുന്ന പാർട്ടികൾ കേരളത്തിലെ ഈഴവാദി പിന്നോക്കക്കാർക്ക് ലഭിക്കുന്ന സംവരണത്തിൽ എത്ര ശതമാനം അപഹരിക്കപ്പെടുന്നുണ്ട് എന്നതിന് മറുപടി പറയണം. മതപരമായ സംവരണം ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ്. നിരവധി വിധികളിലൂടെ സുപ്രീം കോടതി അത് ഊന്നിപ്പറയുന്നതുമാണ്. എന്നാൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ മുസ്ലിം കോൺട്രാക്ടർമാർക്ക് വരെ 4% സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. OBC സംവരണത്തിന്റെ ഗുണം OBC-ക്കാർക്കും മുന്നോക്ക സംവരണത്തിന്റെ ഗുണം മുന്നോക്കക്കാർക്കും കേരളത്തിൽ ലഭിക്കുന്നില്ല. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചതും ഇതുതന്നെയാണ്. മലപ്പുറം ജില്ലയിൽ വാക്സിനെതിരെ നടക്കുന്ന പ്രചാരണത്തെപ്പറ്റി ആരും പ്രതികരിക്കുന്നില്ല. വീടുകളിൽ തന്നെ പ്രസവിക്കണമെന്നത് മലപ്പുറം ജില്ലയിൽ ചില പുരോഹിതന്മാർ പുറപ്പെടുവിക്കുന്നു. ഇതിന്റെ ഇരയായി ഗർഭിണികൾ മരിച്ചിട്ടുപോലും ഒരു പുരോഗമന പ്രസ്ഥാനവും പ്രതികരിക്കുന്നില്ല. നോമ്പുകാലത്ത് ജില്ലയിലെ പല ഭാഗങ്ങളിലും ആളുകൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയാണുണ്ടായത്. പല വിദ്യാലയങ്ങളിലും ഉച്ചക്കഞ്ഞി പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇതൊന്നും ചർച്ച ചെയ്യുവാൻ ഇടതു വലതു മുന്നണികൾ തയ്യാറാകാത്തതെന്നും K. സുരേന്ദ്രൻ ചോദിച്ചു. കുപ്പിക്കഴുത്ത് പ്രശ്നത്തിൽ കൃത്യവും സുതാര്യവുമായി പുനഃസ്ഥാപന പാക്കേജ് നടപ്പാക്കണമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആവശ്യപ്പെട്ടു. മുണ്ടൂർ കുപ്പിക്കഴുത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യവും സുതാര്യവുമായ നഷ്ടപരിഹാര പുനഃസ്ഥാപന പാക്കേജ് ഉറപ്പാക്കണമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്നവരുടെ കരട് പാക്കേജിലുള്ള അപേക്ഷ ഹിയറിംഗ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. തൃശൂർ താലൂക്കിലെ ആഞ്ഞൂർ വില്ലേജിൽ ഉൾപ്പെടുന്ന സംസ്ഥാന ഹൈവേ 69ന്റെ മുണ്ടൂർ ജംഗ്ഷൻ മുതൽ പുറ്റേക്കര ജംഗ്ഷൻ വരെയുള്ള 1.86 കിലോമീറ്റർ ദൂരം 22 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്നതിന് 1.0987 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. പൂർണ്ണമായി പുനഃസ്ഥാപിക്കേണ്ട 82 പേരുടെ കരട് പാക്കേജിലാണ് യോഗം നടന്നത്. പദ്ധതി പ്രദേശത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന 23 പേരും 42 കച്ചവട സ്ഥാപനങ്ങളും 9 വാടകക്കാരും 2 പുറമ്പോക്കിൽ കച്ചവടം നടത്തുന്നവരും ഉൾപ്പെടെ 246 കൈവശക്കാരാണുള്ളത്. വീട് നഷ്ടപ്പെടുന്നവർക്ക് 4,60,000 രൂപ, കച്ചവട സ്ഥാപനം നഷ്ടപ്പെടുന്നവർക്ക്
1 ലക്ഷം രൂപ, തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് 36,000 രൂപ വീതമാണ് പാക്കേജ്. ഹിയറിംഗിന് വന്നവരുടെ അപേക്ഷകൾക്ക് ഡെപ്യൂട്ടി കളക്ടർ ആർ മനോജ് വിശദീകരണം നൽകി. യോഗത്തിൽ കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉഷ അധ്യക്ഷത വഹിച്ചു. LA ഡെപ്യൂട്ടി കളക്ടർ മനോജ് ആർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, വാർഡ് മെമ്പർമാരായ UV വിനീഷ്, ലിൻഡി ഷിബു, മേരി പോൾസൺ, LA തഹസിൽദാർ TG ബിന്ദു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM ഹരീഷ്, സെക്രട്ടറി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ തൃശൂർ ജില്ല സംസ്ഥാനത്ത് 3ാം സ്ഥാനം കരസ്ഥമാക്കി. ജൈവ അജൈവ മാലിന്യ സംസ്കരണം, ദ്രവ്യമാലിന്യ സംസ്കരണം, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ, ഹരിത പദവി, വിവിധതരം മാലിന്യ സംസ്കരണ പദ്ധതികളുടെ നടപ്പിലാക്കൽ, ഹരിതകർമ്മസേനയുടെ സേവനം, 100% എത്തിക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയ്ക്ക് 3ാം സ്ഥാനം ലഭിച്ചത്. 1ാം സ്ഥാനം കണ്ണൂർ ജില്ലയ്ക്കും 2ാം സ്ഥാനം കോഴിക്കോട് ജില്ലയ്ക്കും ലഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന വൃത്തി ക്ലീൻ കേരള കോൺക്ലേവിൽ നടത്തിയ പുരസ്കാര വിതരണത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മാലിന്യ പരിപാലന രംഗത്ത് നിയമലംഘനങ്ങൾക്കെതിരെ സംസ്ഥാന തലത്തിൽ ഏറ്റവും കാര്യക്ഷമമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ നടത്തിയത് തൃശൂർ ജില്ലയിലാണ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ തലത്തിലും കോർപ്പറേഷൻ തലത്തിലും 7 നഗരസഭാ തലത്തിലും 16 ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും 86 ഗ്രാമപഞ്ചായത്ത് തലത്തിലും 1795 വാർഡ് കൌൺസിൽ തലങ്ങളിലും നിർവഹണ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ജൈവ അജൈവ മാലിന്യ പരിപാലനത്തിലും ദ്രവ്യമാലിന്യ പരിപാലനത്തിലും സ്പെഷ്യൽ മാലിന്യ പരിപാലനത്തിലും ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങൾ, ടൗണുകൾ, പൊതുസ്ഥലങ്ങൾ, മാർക്കറ്റുകൾ എന്നിവയെല്ലാം 100% മാലിന്യമുക്തമാക്കിക്കൊണ്ടാണ് ജില്ലാ ഹരിത പദവി നേടിയത്. മധ്യപ്രദേശത്ത് ജബൽപൂരിൽ സംഘപരിവാറിന്റെ മർദ്ദനത്തിന് ഇരയായ ഫാദർ ഡേവിഡ് ജോർജിന്റെ കുട്ടനെല്ലൂർ മരിയാപുരത്തുള്ള വസതിയിൽ CMP ജനറൽ സെക്രട്ടറി CP ജോൺ സന്ദർശിച്ചു. വൈദികന്റെ സഹോദരൻ ജോബി തേറാട്ടിലുമായി സ്ഥിതിവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മതേതരത്വം സംരക്ഷിക്കുവാൻ CMPയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള UDFും എന്നും പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല മുന്നൊരുക്കം കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ 30-നകം പൂർത്തീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശിച്ചു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജലസേവന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയവർക്കാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. നഗരമേഖലകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ഡ്രൈനേജ്, തോടുകൾ, ഓടകൾ, കനാലുകൾ, പുഴകൾ, മറ്റ് ജലസേചന സംവിധാനങ്ങൾ എന്നിവയിലെ തടസ്സങ്ങൾ നീക്കി നീരൊഴുക്ക് സുഗമമാക്കുവാനുള്ള നടപടികളുടെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തു. സീറോ വേസ്റ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി ഖരമാലിന്യ നിർമ്മാർജ്ജനം പൂർത്തീകരിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 30-നകം ഓടകൾ വൃത്തിയാക്കുന്നത് പൂർത്തിയാക്കും. ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് കർശന നിർദ്ദേശം നൽകി. കനാലുകളെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതായി മേജർ ഇറിഗേഷൻ വകുപ്പ് അറിയിച്ചു. ഭൂരിഭാഗം ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. ഏപ്രിൽ 24, 25 തീയതികളിൽ മഴക്കാലപൂർവ്വ പരിശോധന നടത്തും. ഡാമുകളുടെ റൂൾ കർവ് കർശനമായി പാലിക്കണമെന്ന് കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യമുണ്ടായാൽ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് വിവരം കൈമാറുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പറുകൾ അണക്കെട്ടുകളുടെ സമീപ പ്രദേശങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനും കളക്ടർ ആവശ്യപ്പെട്ടു. നഗരപരിധിയിലെ തോടുകൾ വൃത്തിയാക്കുന്നത് പുരോഗമിക്കുകയാണെന്ന് തൃശൂർ കോർപ്പറേഷൻ അറിയിച്ചു. കഴിഞ്ഞ വർഷം വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകി പ്രവൃത്തികൾ വേഗത്തിൽ തീർക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. മഴക്കാലത്തിന് മുന്നോടിയായി പാതയോരങ്ങളിലും സ്വകാര്യ ഭൂമിയിലും സ്കൂളുകൾ, കോളേജുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളുടെ സമീപ പ്രദേശങ്ങളിലും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഏപ്രിൽ 30-നകം ദേശീയപാതയുടെ അരികിലുള്ള ഡ്രെയിനേജുകളുടെ പ്രവൃത്തികളും 70% പൂർത്തിയാക്കും. വെള്ളക്കെട്ടുണ്ടായാൽ പരിഹരിക്കുവാൻ സ്പെഷ്യൽ ടീമിനെ തയ്യാറാക്കി. മണ്ണുത്തി അങ്കമാലി റീച്ചിൽ 45 കൺവേർട്ടുകളും 9 കിലോമീറ്ററോളം ഡ്രെയിനേജുകളും വൃത്തിയാക്കി. താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തുന്നതിന് സ്ഥലം കണ്ടെത്തിയതായി തഹസിൽദാർമാർ യോഗത്തിൽ അറിയിച്ചു. ആവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ജില്ലാ സപ്ലൈ ഓഫീസറും അറിയിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന റോഡുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തണമെന്ന്
RTOക്ക് നിർദ്ദേശം നൽകി. അപകടകരമായ ബാനറുകൾ, ബോർഡുകൾ തുടങ്ങിയവ നീക്കണം. ഉപയോഗശൂന്യമായ പാറമടകളിൽ ഫെൻസിംഗ് ചെയ്ത് സുരക്ഷിതമാക്കണം. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഡെപ്യൂട്ടി കളക്ടർമാരായ CS സ്മിത റാണി, യമുന ദേവി, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാജ അക്യുപങ്ചർ ചികിത്സയ്ക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് ഇനിഗ്മ. വ്യാജ അക്യുപഞ്ചറിസ്റ്റും മന്ത്രവാദ ചികിത്സകനുമായ ഭർത്താവ് വീട്ടിൽ പ്രസവം നടത്തി ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് യുവതി മരണമടഞ്ഞ സംഭവത്തിൽ ഇനിഗ്മ അനുശോചനവും കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തി. അംഗീകൃത മെഡിക്കൽ ബിരുദവും രജിസ്ട്രേഷനുമുള്ള നാച്ചുറോപ്പതി യോഗ ഡോക്ടർമാരുടെ സംഘടനയാണ് ഇനിഗ്മ. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് സമാനമായ സാഹചര്യത്തിൽ ഒരു അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടിരുന്നു. അന്നും ഇനിഗ്മ പത്രസമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയതാണ്. ഇനിഗ്മ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ മരണം ഒഴിവാക്കാമായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പൊതുജന ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതും അന്ധവിശ്വാസത്തെയും വ്യാജ ചികിത്സകളെയും പ്രോത്സാഹിപ്പിക്കുന്നതുമായ നീക്കങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിഞ്ഞ് ഉചിതമായ നടപടി സർക്കാരും പൊതുസമൂഹവും സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ കൂൺ പോലെ അക്യുപങ്ചർ ക്ലിനിക്കുകളും പരിശീലന കേന്ദ്രങ്ങളും മുളച്ചു പൊന്തുന്നത് ഇനിഗ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ഭൂരിഭാഗം ആളുകൾക്കും അടിസ്ഥാനപരമായ വൈദ്യവിജ്ഞാനമോ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയോ സർക്കാർ UGC യൂണിവേഴ്സിറ്റി അംഗീകാരമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. മെഡിക്കൽ കൗൺസിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത വ്യാജ ചികിത്സകർ പോലും സംസ്ഥാനത്ത് തട്ടിപ്പ് ചികിത്സകളുമായി വിലസുന്ന കാഴ്ച വലിയ ഭീതി ഉളവാക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിലവിൽ നമ്മുടെ രാജ്യത്ത് ഒരു മെഡിക്കൽ കോഴ്സിന്റെ ഭാഗമായി അക്യുപങ്ചർ പഠിക്കുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റി ബിരുദവും സെൻട്രൽ സ്റ്റേറ്റ് കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും നിർബന്ധമാക്കണമെന്ന് ആരോഗ്യ വകുപ്പിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടു. അതോടൊപ്പം അക്യുപങ്ചറിന്റെ വ്യാജ പ്രാക്ടീസിനും അനധികൃത ട്രെയിനിംഗ് സ്ഥാപനങ്ങൾക്കും തടയിടുവാൻ അടിയന്തര മാർഗരേഖകൾ നിർമ്മിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇനിഗ്മ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് കർത്ത, ജനറൽ സെക്രട്ടറി ഡോക്ടർ ആൻസ്മോൾ വർഗീസ് തുടങ്ങിയവർ പത്രപ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് ഒരു യുവതി തന്റെ പ്രസവത്തിനിടെ മരണപ്പെട്ട സംഭവം നമ്മളുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. അറിയാവുന്നതുപോലെ തന്നെ യുവതിയുടെ ഭർത്താവ് ഒരു വ്യാജ അക്യുപഞ്ചറിസ്റ്റും അതോടൊപ്പം തന്നെ ഒരു മന്ത്രവാദ ചികിത്സകനും കൂടിയാണ്. അയാൾ നിർബന്ധിച്ചതിനെ തുടർന്ന് പ്രസ്തുത യുവതിക്ക് തന്റെ വീട്ടിൽ തന്നെ പ്രസവിക്കേണ്ട ഒരവസ്ഥ വരികയും അതിന്റെ കോംപ്ലിക്കേഷൻസിനെ തുടർന്ന് അവർ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതേപോലെ സമാനമായ ഒരു സംഭവം ഒരു വ്യാജ അക്യുപഞ്ചറിസ്റ്റ് തന്റെ ഭാര്യയ്ക്ക് നിർബന്ധിതമായി അക്യുപഞ്ചർ ചികിത്സ നൽകിക്കൊണ്ട് പ്രസവം നടത്താനുള്ള ശ്രമം നടത്തുകയും തിരുവനന്തപുരത്ത് ഇതേപോലെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെടുന്ന ഒരു സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ ഇനിഗ്മ ഒരു പത്രസമ്മേളനം നടത്തി ഇതേപോലെയുള്ള വ്യാജ അക്യുപഞ്ചറിസ്റ്റുകളെയും അതുപോലെ തന്നെ നിയമവിരുദ്ധമായി നടത്തപ്പെടുന്ന വ്യാജ അക്യുപഞ്ചർ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ചികിത്സാ കോഴ്സുകളും എല്ലാം തന്നെ നിർത്തലാക്കാൻ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ഞങ്ങളുടെ ഈ ആവശ്യം പലവട്ടം പല അധികാരികളുടെ മുന്നിൽ എത്തിച്ചുവെങ്കിലും അതൊന്നും തന്നെ നടപ്പിലായി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൊതുജനങ്ങളോട് ഉണർത്തിക്കാനുള്ളത്, ദയവ് ചെയ്ത് ഒരു അക്യുപഞ്ചർ ചികിത്സ എടുക്കാനായിട്ട് പോകുമ്പോൾ അത് നൽകുന്ന ആളുടെ ശാസ്ത്രത്തിലുള്ള നൈപുണ്യം എത്രമാത്രമുണ്ട് എന്ന് ആദ്യമായി പരിശോധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷനിലെ അംഗങ്ങളെല്ലാം തന്നെ 5.5 വർഷത്തെ BNYS ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്ന ബിരുദവും തുടർന്ന് ഇവിടെ KSMC കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ അവർക്കെല്ലാം തന്നെ രജിസ്ട്രേഷനും ഉള്ളവരാണ് ഞങ്ങളുടെ ഡോക്ടർമാർ. അപ്പോൾ വ്യാജ നാച്ചുറോപ്പതി അതുമല്ലെങ്കിൽ അക്യുപഞ്ചർ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യവും സമയവും പൈസയും നഷ്ടപ്പെടരുത്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കാഴ്ച പരിമിതികളെ വെല്ലുവിളിച്ച് PhD നേടിയ ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ജിബി ജോസിനെ ആം ആദ്മി പാർട്ടി മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. പുന്നത്തൂർ നാടിനെ കുറിച്ചുള്ള പഠനം വിഷയമാക്കിയ പ്രബന്ധത്തിനാണ് ജിബി ജോസ് PhD നേടിയത്. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KY ഷാജു, വൈസ് പ്രസിഡന്റ് ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. ആം ആദ്മി പാർട്ടി മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സെബി ജോണി, സെക്രട്ടറി ജിമ്മി ജോൺ, ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ നൂറുദ്ദീൻ കേച്ചേരി, മണലൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇക്ബാൽ കേച്ചേരി, ശ്രീമതി സോണിയ, ആം ആദ്മി പാർട്ടി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജീവ് ബാലകൃഷ്ണൻ, കൾച്ചറൽ കൺവീനർ ജോൺസൺ പാലുവായ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആം ആദ്മി പാർട്ടി എളവള്ളി പഞ്ചായത്ത് കൺവീനർ ശ്രീ മധു KV പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡിൽ അയ്യപ്പ ഓഡിറ്റോറിയത്തിന് മുൻവശത്ത് നിയന്ത്രണം വിട്ട് കാർ ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായും തകർന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. തൃപ്രയാർ സ്വദേശിയുടേതാണ് കാറ്. 11 kV ലൈനിലെ പോസ്റ്റാണ് കാർ ഇടിച്ച് തകർത്തത്. പോസ്റ്റ് റോഡിൽ വീണതോടെ ഗതാഗതം സ്തംഭിച്ചു. വൈദ്യുതി വിതരണം, കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനങ്ങളും തകരാറിലായി. ഉച്ചയ്ക്ക് 2 മണിക്ക് തമിഴ്നാട് സ്വദേശിയുടെ കാർ ഇതേ റോഡിൽ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. ഒന്നിനു പിറകെ ഒന്നായി KCB ജീവനക്കാർക്കും കേബിൾ TV ജീവനക്കാർക്കും പിടിപ്പത് പണിയായിരുന്നു. ജവഹർ ബാലഭവനിൽ വിഷു ആഘോഷിച്ചു. 2025 ഏപ്രിൽ 11 ജവഹർ ബാലഭവനിൽ വിഷു ആഘോഷിച്ചു. ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് ബാലഭവനിലെ കുട്ടികളുടെ കൂടെ കമ്പിത്തിരി, മേശപ്പൂത്തിരി കത്തിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 800ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ബാലഭവൻ ജീവനക്കാരും കുട്ടികളും കമ്പിത്തിരി കത്തിച്ചും വിഷു ആഘോഷിച്ചു. തൃശൂർ ആസ്ഥാനമായി ശ്രീമതി ഷീബ മീറിന്റെ നേതൃത്വത്തിൽ 18 വയസ്സിന് താഴെയുള്ള ദീർഘകാല രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന സോലസ് എന്ന സംഘടന ലോക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി തൃശൂർ ടൗണിലെ വിവിധ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബുകൾ സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ സന്ദേശം ഉൾപ്പെടുത്തിയ ഫ്ലാഷ് മോബിൽ സോലസിൽ വിവിധ കോളേജുകളിൽ നിന്നായി പരിശീലനത്തിന് വന്ന 15ഓളം വിദ്യാർത്ഥികളും സോലസിന്റെ യൂത്ത് വോളണ്ടിയേഴ്സും പങ്കെടുത്തു. സോലസിന്റെ സീനിയർ വോളണ്ടിയേഴ്സ് ആയ ഷീജ ലാലി ആസ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം.
ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി വെളപ്പായ തീർത്ഥംകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ അഭിഷേകം, മലർ നിവേദ്യം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, പൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശാസ്താവിനെ ഒറ്റക്കലശം, പൂച്ചിച്ചാടൽ എന്നിവയ്ക്ക് ശേഷം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത പൊങ്കാല സമർപ്പണവും അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങളായ പ്രസിഡന്റ് ഗിരിജൻ ചെല്ലാരി, സെക്രട്ടറി വിജയൻ പല്ലിക്കാട്ടിൽ, ട്രഷറർ പ്രിയ പ്രസാദ്, ക്ഷേത്രം പൂജാരി ശങ്കരൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ മതിലകത്ത് മയക്കുമരുന്നുമായി ഒരാൾ റിമാൻഡിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിലെ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മതിലകം പുളിഞ്ചോട് അയ്യങ്കാളി റോഡിൽ വെച്ച് പടിയൂർ വില്ലേജിലെ മുഞ്ഞനാട് ദേശത്ത് മലയാമ്പള്ളം വീട്ടിൽ താമസിക്കുന്ന മുഹമ്മദ് ബഷീർ എന്നയാളെ 2.58 ഗ്രാം MDMA-യുമായി പിടികൂടി. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS-നെ ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീം മതിലകം പോലീസ് സ്റ്റേഷൻ സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ബഷീർ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളിനെ പോലീസ് പിന്തുടർന്ന് തടയുകയും തുടർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ ജീൻസ് പാന്റിന്റെ പോക്കറ്റിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ 2.58 ഗ്രാം MDMA കണ്ടെടുത്തത്. പ്രതിയെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ അനു ജോസ്, ASI പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർ അജീഷ്, തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, ASI ലിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, നിഷാന്ത് തുടങ്ങിയവർ ചേർന്നാണ് ബഷീറിനെ പിടികൂടിയത്. ഒല്ലൂക്കര പ്രണവം നഗർ ഹൌസ് നമ്പർ 109C-യിലെ താമസക്കാരിയായ മൂത്തേടത്ത് രാധാമണി നിര്യാതയായി. 57 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംവരണത്തിൽ പിന്നോക്കക്കാർ അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ച് സർക്കാർ പഠിക്കണമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ജവഹർ ബാലഭവനിൽ വിഷു ആഘോഷം എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനീസ് അഹമ്മദ് പൂത്തിരി കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി മുക്കാട്ടുകര തൃശൂർ റോഡിൽ കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തതോടെ ഗതാഗതം സ്തംഭിച്ചു. വൈദ്യുതി, കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനങ്ങളും നിലച്ചു. വെളപ്പായ തീർത്ഥംകാവ് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം, പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.